Hi friends, welcome back. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 9 Pro Max ആണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് 9 Pro Max കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ്ലി അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബ്രാൻഡിങ് ആണ്. ഇതിൻ്റെ 3 കളറിലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 6GB RAM 128GB ROM. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 720G 64 MP ക്യാമറ, അതുപോലെ തന്നെ 32 MP സെൽഫി ക്യാമറയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഹൈ ഡെഫിനിഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പവർ ബ്രിക്ക് എന്ന് പറയുന്നത് 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ സ്റ്റെല്ലാർ ബ്ലാക്ക് ആണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. നമുക്കൊരു സിലിക്കോൺ കേസ് കിട്ടിയിട്ടുണ്ട് ഫോണിന്. ട്രാൻസ്പാരൻ്റ് ആണ്, ഒരു ബ്ലാക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ യൂസർ മാനുവലാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഫോൺ, ബ്ലൂ കളറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ പ്ലാസ്റ്റിക്കിലൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 Pro Max. അപ്പം നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ്. ബാക്കിൽ 4 ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ പഞ്ച് ഹോൾ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ബോക്സിൽ വേറെ എന്താ ഉള്ളതെന്ന് നോക്കാം. വലിയൊരു ചാർജർ തന്നെയാണ്, 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫാസ്റ്റ് ചാർജർ. ടൈപ്പ് C ചാർജിങ് കേബിൾ ഉണ്ട്. നമ്മുടെ സിം ഇജക്ഷൻ ടൂൾ യൂസർ മാനുവലിൻ്റെ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ്. ഇതാണ് സിം ഇജക്ഷൻ ടൂൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇയർഫോണൊന്നും വന്നിട്ടില്ല. അപ്പോൾ നല്ലൊരു ഡിസൈൻ തന്നെയാണ്, ബ്ലൂ കളറാണ്. ബട്ട് ഇതിൻ്റെ പേര് പറയും ഇൻ്റർസ്റ്റെല്ലാർ ബ്ലാക്ക് എന്നാണ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ പവർ ബട്ടണും. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ബട്ടൺ കൊണ്ട് തന്നെ നമുക്ക് ഒരു ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയാണ്. സാധാരണ നമ്മളിപ്പം പുതിയ വരുന്ന ഫോണിനെല്ലാം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ്. അപ്പോൾ നമുക്ക് പവർ ബട്ടൺ നെക്കി അതിന് ശേഷം രണ്ടാമതും സ്ക്രീനിൽ പ്രസ് ചെയ്തിട്ട് വേണം അൺലോക്ക് ചെയ്യാൻ. ഇത് ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് 9 Pro Max ഓൺ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻസ് ഒന്ന് പോയി ചെക്ക് ചെയ്യാം. പിന്നെ സെറ്റിങ്സിൽ പോയതിന് തന്നെ അബൌട്ട് ഫോൺ ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. ഡിവൈസ് നെയിം റെഡ്മി, ഡിവൈസ് മോഡൽ റെഡ്മി നോട്ട് 9 Pro Max. പിന്നെ MIUI വേർഷൻ 11 ആണ്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 10. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ക്യാമറയിൽ തന്നെ ഡയറക്റ്റ് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ കൂടി ഡയറക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. ഇതിന് ഇൻബിൽട്ടായിട്ട് തന്നെ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5 ആണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഫുൾ ഹൈ ഡെഫിനിഷൻ പ്ലസ് IPS LCD സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ 4 ക്യാമറ അതുപോലെ തന്നെ ഫ്ലാഷും കൂടി കൊടുത്തിട്ടുണ്ട്. ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 64 MP പ്രൈമറി ലെൻസ്, അതുപോലെ 8 MP അൾട്രാ വൈഡ് ലെൻസ്, അതുപോലെ തന്നെ 5 MP മാക്രോ ലെൻസും പിന്നെ 2 MP ഡെപ്ത് സെൻസറാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5020 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചാർജർ ആണെങ്കിൽ ഫാസ്റ്റ് ചാർജർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെറും 30 മിനിറ്റിൽ നമുക്ക് 50% ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ സൈഡിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിൻറ്റും പവർ ബട്ടണും സിംഗിൾ ബട്ടണാണ്. അതിൻ്റെ മേലെയായിട്ട് നമുക്കൊരു പവർ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ സിം സ്ലോട്ടാണ്. 2 നാനോ സിമ്മും അതുപോലെ തന്നെ ഒരു മൈക്രോ SD കാർഡ് നമുക്ക് ഒരേ സമയം ഇതിൽ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മേലെ നമുക്ക് ഒരു മൈക്രോഫോണും അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ഒരു 3.5 mm ജാക്കും അതുപോലെ തന്നെ ടൈപ്പ് C പിന്നെ സ്പീക്കറിൻ്റെ ഹോൾസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G ആണ്. ഇത് ഗെയിമിംഗ് പ്രൊസസ്സർ തന്നെ. അതുകൊണ്ട് തന്നെ
തന്നെ നല്ലൊരു പവർഫുൾ പ്രോസസ്സറാണ്. നമുക്ക് നോർമലായിട്ട് മീഡിയ കൺസംഷനും അതുപോലെ തന്നെ ഗെയിം കളിക്കാനും തന്നെ നല്ലൊരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ റാം 6 GB റാമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 128 GB സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് ഉള്ളത് 6 GB റാമും അതുപോലെ തന്നെ 64 GB സ്റ്റോറേജുള്ള വേറൊരു വേരിയൻ്റ് ഉണ്ട്. അതിന് ഏകദേശം ഒരു 1000-2000 റുപ്പീസിൻ്റെ ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം Android 10, പിന്നെ അതിൻ്റെ മേലെ വരുന്ന UI എന്ന് പറയുന്നത് MI UI 11 ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. അതുപോലെ തന്നെ സ്ട്രോങ് ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലെ ക്യാമറയാണെങ്കിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സെൽഫി ഫോട്ടോ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വ്ളോഗിംഗ് എല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളോട് വളരെ എളുപ്പത്തിൽ തന്നെ 32 മെഗാ പിക്സൽ ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ DSLR അതുപോലത്തെ ക്യാമറ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ Note 9 Pro Max എടുത്ത് നിങ്ങൾക്ക് നല്ല വീഡിയോസ് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫോട്ടോൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ റിവ്യൂ നമ്മൾ അടുത്ത വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. Note 9 Pro Maxൻ്റെ അൺബോക്സിങ് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.